പഠന കോൺഗ്രസിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് സാധാരണഗതിയിൽ എൽഡിഎഫിന്റെ മാനിഫെസ്റ്റോ ആയി വരാറ്. അതാണ് പിന്നീട് എൽഡിഎഫ് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. ഇത്തവണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പം സ്വാഭാവികമായും ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ ആശയം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ബദൽ ആശയം പഠന കോൺഗ്രസിൽ ചർച്ച ചെയ്ത് ഉരുത്തിരിയേണ്ടതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ആശയമാണ് ഈ പഠന കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറയുന്നതിനകത്തൊരു അപാകതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി കേരളത്തെ മാത്രമല്ല, കേന്ദ്രത്തിന്റെ വരിയിൽ നിൽക്കാത്ത സംസ്ഥാനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നിർമ്മല സീതാരാമനും ഉള്ളത്. അതിനെ നേരിടുവാൻ എങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരെങ്ങനെ കൂട്ടായിട്ട് പ്രവർത്തിക്കണം? രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന രീതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്. നികുതികളിലൂടെയും മറ്റും ശേഖരിക്കാൻ കഴിയുന്നതും പിന്നെ നോട്ടച്ചടിക്കാനൊരു യന്ത്രം കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അതില്ല. കമ്മി എന്ന് പറയാം ഇതിനെ. അപ്പൊ ഇത് ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫെഡറൽ ധനകാര്യ തത്വങ്ങൾ പിന്തുടർന്നുകൊണ്ട് വേണം ഇത് വീതം വെക്കാൻ. അതിനാണ് ധനകാര്യ കമ്മീഷൻ എന്നൊരു സങ്കല്പം ഭരണഘടനയിലുള്ളത്. എന്നാൽ അതെല്ലാം ഫലരഹിതമാക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊരു സംശയമില്ല, ചില സെഷൻ ഈ വിഷയങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ പഠന കോൺഗ്രസിന്റെ പ്രധാന ഫോക്കൽ പോയിന്റ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 4ാം പഠന കോൺഗ്രസ് രൂപം നൽകിയ ഒരു വികസന കാഴ്ചപ്പാട് വലിയൊരു പരിധി വരെ നടപ്പാക്കുന്നതിന് കഴിഞ്ഞു. എന്നാൽ അതിന് വലിയ പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരോധ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ധനകാര്യത്തിലും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്നുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം ഉണ്ടാക്കാം? പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം? കിഫ്ബിക്ക് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാ തടസ്സത്തെ മറികടക്കാൻ പറ്റുക? ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കേന്ദ്രത്തിന്റെ നിബന്ധനകളും നിയന്ത്രണങ്ങളും അതിനെങ്ങനെ മറികടക്കാനാവും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു അജണ്ട സൃഷ്ടിക്കലാണ് ഈ പഠന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം.